പ്രിയപ്പെട്ട മാതാവിന്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന മക്കൾ, പെരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മെച്ചി താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. മെച്ചിയുടെ മരണം ഒരു നല്ല പ്രായത്തിലാണ്. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് ആനന്ദിച്ച് അവരുടെ എല്ലാ പരിചരണങ്ങളും ഏറ്റുവാങ്ങി പ്രിയദാസി ശാന്തമായി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഭാഗ്യമരണം എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട റംബാച്ചന് പറഞ്ഞതുപോലെ കർത്താവിൽ ആശ്രയിച്ച പ്രത്യാശയോടുകൂടെ കടന്നുപോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. പ്രിയ മാതാവിന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ അമ്മച്ചിയുടെ ഇളയ മകള് എൻ്റെ ഇടവകയിലാണല്ലോ. പൊന്നമാമ കുടുംബമായിട്ട് ഇടവകയ്ക്ക് സജീവമായുള്ള നേതൃത്വം നൽകുന്ന കുടുംബമാണ്. ഭർത്താവ് ബേബി കുട്ടിച്ചാന് ഇപ്പോൾ ഇടവകയുടെ ട്രസ്റ്റിയാണ്. ഇടവകയുടെ പള്ളി നിർമ്മാണത്തില് എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് നേതൃത്വം നൽകിയ ദീർഘവർഷങ്ങളായി പല പ്രാവശ്യമായിട്ട് ഇടവകയുടെ ചുമതല സഭാപ്രതിനിധി മണ്ഡല അംഗം എന്നുള്ള നിലയിലൊക്കെ പ്രിയപ്പെട്ട അച്ചായൻ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട മാമ ഇടവകയ്ക്ക് നല്ല കൈത്താങ്ങം നൽകുന്നു. കുഞ്ഞുങ്ങൾ ഇടവകയ്ക്ക് നല്ല നേതൃത്വം നൽകുന്നു. തീർച്ചയായിട്ടും ഈ മാതാവിൽ നിന്ന് ലഭിച്ചതാളുടെ നല്ല പാരമ്പര്യമാണ് അതിനൊക്കെ കാരണമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവന്ന് പ്രിയ മാതാവിന്റെ ധന്യമായ ജീവിതത്തെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് തുടർന്നും പ്രിയ മക്കളെ സമാധാനത്തോടെ ബലത്തോടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പുതുവേരിങ്കൽ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഇടവാങ്ങളുടെ പേരിൽ അറിയിക്കുകയും ചെയ്യും. വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളായി കടന്നുവന്ന ഇവരുമേ, പ്രിയ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ, മാതാവിനെ അവസാനമായി ഒന്ന് കാണുവാൻ, മാതാവിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്.